ഇന്ത്യ യു എസ് തീരുവ യുദ്ധം പുതിയ തലത്തിലേക്ക് ഉയരുന്നു. ട്രംപിൻ്റെ ഉമ്മാക്കിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ. സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കൽ യു എസിൻ്റെ എക്കാലത്തെയും രീതിയാണ്. എന്നാൽ യു എസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ യു എസിലേക്കുള്ള തപാൽ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചത് വലിയ ചർച്ചയായി മാറുന്നു. തിങ്കളാഴ്ച മുതൽ വിലക്ക് നിലവിൽ വന്നു. $100 വരെ മൂല്യമുള്ള കത്തുകൾ, രേഖകൾ, സമ്മാനങ്ങൾ എന്നിവയ്ക്ക് വിലക്ക് ബാധകമല്ല. മറ്റെല്ലാ തപാൽ സേവനങ്ങളും ഇന്ത്യ നിർത്തിവെച്ചു. എന്താണ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് കാരണം? $90 വരെ മൂല്യമുള്ള തപാൽ ഉരുപ്പടികൾക്കുണ്ടായിരുന്ന തീരുവ ഇളവ് യു എസ് പിൻവലിച്ചു. ഇത് സമ്മർദ്ദതന്ത്രം തന്നെ. എന്നാൽ ഇന്ത്യ എന്താണ് ചെയ്തത്? യു എസിലേക്കുള്ള തപാൽ സേവനങ്ങൾ ഇന്ത്യ നിർത്തിവെച്ചു. ഓഗസ്റ്റ് 29 മുതലാണ് യു എസിൻ്റെ തീരുവ ഇളവ് ഒഴിവാക്കൽ നിലവിൽ വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ഓഗസ്റ്റ് 25 മുതൽ തന്നെ തപാൽ സേവനങ്ങൾ നിർത്തിയാണ് ഇന്ത്യ യു എസിന് മറുപടി നൽകിയത്. യു എസിൻ്റെ ഈ നടപടിക്ക് എന്താണ് കാരണം? വിദേശ ഓൺലൈൻ റീറ്റെയിലർമാർ നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് യു എസിൻ്റെ പരാതി. പുതിയ നിയമപ്രകാരം യു എസിലേക്ക് അയക്കുന്ന എല്ലാ പാഴ്സലുകൾക്കും മുൻകൂട്ടി നികുതി അടയ്ക്കണം. അല്ലെങ്കിൽ യു എസിലെത്തുമ്പോൾ നികുതി അടയ്ക്കേണ്ടി വരും. എന്നാൽ യു എസിൻ്റെ പുതിയ ഉത്തരവിൽ നിരവധി അവ്യക്തതകളുണ്ട്. നികുതി എങ്ങനെ അടയ്ക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. നികുതി എങ്ങനെ കണക്കാക്കുമെന്നതിലും വ്യക്തത കുറവുണ്ട്. ഈ പരാതി വിമാന കമ്പനികൾ ഉന്നയിക്കുന്നുണ്ട്. ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളില്ല. അതായത് തലയും വാലുമില്ലാത്തൊരു നീക്കമാണ് യു എസ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊരു ആഗോള പ്രശ്നമായി മാറിയിട്ടുണ്ട്. കൊറിയ, സിംഗപ്പൂർ, ഓസ്ട്രിയ, ബെൽജിയം, UK തുടങ്ങി മറ്റ് പല രാജ്യങ്ങളും പ്രതിസന്ധി നേരിടുന്നു. ഇത് മറികടക്കാൻ രാജ്യങ്ങൾ യു എസിലേക്കുള്ള പോസ്റ്റൽ സർവീസുകൾ നിർത്തിവെക്കുകയാണ്. ഇതെങ്ങനെയാണ് രാജ്യത്തെ ബാധിക്കുക? യു എസിൻ്റെ ഈ കിറുക്കൻ ആശയം ഇരു രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചെറുകിട വ്യാപാരികളെയും കൊമേഴ്സിനെയും ഏറെ ബാധിക്കും. ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരെയും പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യ പോസ്റ്റ് പ്രതിദിനം ശരാശരി 3 ടൺ കാർഗോയാണ് യു എസിലേക്ക് അയക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസിൽ വലിയ ഡിമാൻഡുമുണ്ട്. ഇത് നിലയ്ക്കുന്നതോടെ ഇന്ത്യ പോസ്റ്റിൻ്റെ വരുമാനത്തെ ബാധിക്കും. എന്നാൽ നിലവിലെ വിലക്ക് താൽക്കാലിക മാത്രമാണെന്നാണ് അധികൃതർ പറയുന്നത്. നികുതി വിഷയത്തിൽ യു എസിൻ്റെ തുടർ നടപടികൾ വിലയിരുത്തിയ ശേഷമാവും മറ്റു നീക്കങ്ങൾ ഉണ്ടാകുക. കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ അയക്കാൻ സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. ഇന്ത്യ പോസ്റ്റ് വഴി 2 കിലോ സാധനം യു എസിലേക്ക് അയക്കാൻ ഏകദേശം 2600 രൂപയാണ് ചെലവ്. എന്നാൽ സ്വകാര്യ കൊറിയർ സർവീസ് വഴി അയക്കുമ്പോൾ അത് 9000 മുതൽ 18000 രൂപ വരെ ചെലവ് വരും. ചെറിയ കച്ചവടക്കാർക്കും സ്വന്തമായി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്കും ഇത് താങ്ങാനാവില്ല. അവർ കരകൗശല വസ്തുക്കൾ പോലുള്ളവ യു എസിലേക്ക് അയക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. പുതിയ നിയമം വന്നതോടെ അവരുടെ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പോസ്റ്റ് വഴി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അയക്കുന്നത് യു എസിലേക്കാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ചൊവ്വാഴ്ചയോടെ ഏകദേശം 30 രാജ്യങ്ങൾ യു എസിലേക്കുള്ള ചില തപാൽ സേവനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. UK, ഫ്രാൻസ്, ഇറ്റലി എന്നിവയുൾപ്പെടെ 22 യൂറോപ്യൻ രാജ്യങ്ങളും വെള്ളിയാഴ്ച മുതൽ ചില ഡെലിവറികൾ നിർത്തിവെച്ചിട്ടുണ്ട്.